ഈ മീറ്റർ എവിടെ? ആ വാഴയുടെ ചോട്ടില്. വാഴയുടെ ചോട്ടില്? എന്താ വാഴയെന്ന് കേട്ടിട്ടില്ലേ? അല്ല, ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഈ മീറ്റർ നോക്കണേ? പൈപ്പ് തുറന്ന ഒരു തുള്ളി വെള്ളം വരൂല, പിന്നെ തുറന്നാലോ ഷൂന്ന്. നിങ്ങളുടെ ഷൂ കേൾക്കാല്ല ഞാൻ ഇവിടെ വന്നേ. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ്. മീറ്റർ എവിടെയെന്ന്? ബോർഡിൽ നിന്നാണോ? അതിനെന്തിനാ മീറ്റർ നോക്കണേ? ഒരു സംഖ്യ മനസ്സിൽ കണ്ടിട്ട് അതിനെ 3 കൊണ്ട് ഗുണിച്ചിങ് എഴുതി തരാനല്ലേ? അത് പോയി ചെയ്തോ. ഗുണിക്കണോ കൂട്ടണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പെമ്പറെന്ന് പറയാൻ മീറ്റർ എവിടെ? ആ തെക്കേ മുറിയുടെ പടിഞ്ഞാററ്റത്തുണ്ട്. അതൊക്കെ എനിക്കറിയാം. കുറെ നാളായിട്ട് ഞാൻ തന്നെ ഈ ഏരിയയിൽ വരണത്. എങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കണം? പോയി അങ്ങ് നോക്കിയാ പോരെ. കാണാത്തോണ്ടാണ് ചോദിച്ചത്. ഇവരൊക്കെ വീട്ടിലൊക്കെ മീറ്ററിന്റെ റീഡിങ് എടുക്കാൻ വരണം, ഇവരൊക്കെ വായിരിക്കണം കേൾക്കാൻ വേണം. ഒരു ബഹുമാനം ഇല്ലാത്ത ആൾക്കാർ. ഹലോ, ഒന്നിങ്ങ് വന്നേ. ഞാനിപ്പോ വരുന്നില്ല. അറിയാവുന്ന പോലെ ഗുണിച്ചു വെച്ചിട്ട് പൊക്കോ. കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഞാൻ അങ്ങ് സഹിച്ചു. ഇപ്പോഴത്തെ കാലം ഭയങ്കര മോശമാണേ. കള്ളനാണോ ദുഷ്ടനാണോ എന്നൊക്കെ ആർക്കറിയാം. ഇനി ഇയാള് ബോഡിന്ന് തന്നെ വന്നതാണോ? അതെ, ഇവിടെ എന്താണ് ടൈൽസ് ഒട്ടിച്ചത്? അയ്യോ, സാറിന് ടൈൽസ് ഒട്ടിക്കണ പണി അറിയായിരുന്നോ? ഒരാൾക്ക് വേണ്ടി ഇവിടെ എത്ര അന്വേഷിച്ചെന്ന് അറിയാമോ? ഇവിടെ എന്നാണ് ടൈൽസ് ഒട്ടിച്ചതെന്നാണ് ചോദിച്ചത്. അത് മറ്റവർ ഒട്ടിച്ചതിന്റെ പിറ്റേ ആഴ്ച. മറ്റവരോ? ഇവിടെ നേരത്തെ താമസിച്ചിരുന്നവര്. അത് ശരി. അപ്പൊ അവരും ഒട്ടിച്ചല്ലേ? ഇമാതിരി മെഷീനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ അറിയിച്ചായിരുന്നു? അയ്യോ, അവിടെ അറിയിച്ച നല്ല വൃത്തിയായി ചെയ്തു തരുമായിരുന്നല്ലേ. അറിഞ്ഞില്ല. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ അനുസരിച്ചിട്ട് ഇതുപോലുള്ള കാര്യത്തിന് കറണ്ട് ഉപയോഗിക്കണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം. അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അയ്യോ, ഇനി ഒട്ടിക്കുമ്പോ സാറിന് അറിയിക്കാമേ. എന്തായാലും അറിയിക്കും. ബോർഡിന്റെ അനുവാദം കൂടാതെ കറണ്ട് അടിച്ചു മാറ്റിയതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് അപേക്ഷ എഴുതി കൊടുത്തിട്ട് ഫൈൻ അടയ്ക്കണം. ഫൈൻ. ആഹാ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒട്ടിച്ച ടൈൽസ് അങ്ങ് എടുത്ത് പൊളിച്ചു കളയോ? ഒട്ടിക്കത്തുമില്ല, ഇളക്കത്തൊന്നുമില്ല. ഞങ്ങൾ മറ്റേ ആ ഫീസ് അങ്ങ് ഊരിയെടുക്കും. പിന്നെ നിങ്ങൾ ഇരുട്ടത്ത് കുത്തിയിരിക്കും. നിങ്ങൾ ജയിലിലും കിടക്കും. തൽക്കാലം 1860 രൂപ. 1860 രൂപയോ? നിങ്ങൾ ഗുണിച്ചത് തെറ്റിപ്പോയതായിരിക്കും. എന്നെ ഗുണന പട്ടിക നിങ്ങൾ പഠിപ്പിക്കല്ലേ, എനിക്കറിയാം. എന്നാ ശിഷ്ടം കൂട്ടി കാണൂല. ശിഷ്ടം കൂട്ടാനും കുറയ്ക്കാനും അസിസ്റ്റന്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒക്കെ ഇവിടെ വരും. നാട്ടുകാരെ മുമ്പിൽ വെച്ച് ഫീസ് ഊരും, നിങ്ങളെ ഫൈനും അടയ്ക്കും. അയ്യോ സാറേ, ബോർഡിൽ അറിയിക്കരുത്. ഞാൻ പറഞ്ഞില്ലെങ്കിലും അറിയും. 10 150 ഉലുവ അടച്ചോണ്ടിരുന്ന ആള് ഒറ്റയടിക്ക് 1800 രൂപ അടയ്ക്കുമ്പോ സംശയം വരില്ലേ? പിടിച്ചേ പറ്റൂ. പിന്നെ ഞാൻ ഒരു പരുവത്തിൽ പറഞ്ഞ് ഒപ്പിക്കാം. 1000 രൂപ ഇങ്ങോട്ട്. 1000 രൂപ ഇങ്ങോട്ട് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. 1000 രൂപയോ? അമ്പലത്തില് തിരുമേനിയെ കൊണ്ട് ഒരു രക്ഷ എഴുതി കെട്ടുന്നതിന് 51 രൂപയുള്ളൂ. അത് ചരട് ഇളി കെട്ടണല്ലേ, ഇത് ലൈൻ കമ്പി വേളി കൂടെ വലിക്കണതാണ്. ശരി സാർ, ഈ മീനൊന്ന് നോക്കിക്കോണേ, ഞാൻ എടുത്തോണ്ട് വരാം. ആദ്യം തല കഴി. സാറ് ബോർഡിൽ അറിയിക്കരുത്. ആരെയൊക്കെ എങ്ങനെയൊക്കെ കാണണമെന്ന് പറഞ്ഞു തരും. ഒരു 20 കൊടുത്താൽ മതി. 20 രൂപ കൊടുത്താൽ മതിയോ? 20 രൂപയല്ല, 20,000. 10 ഗുണം 2. 20,000 രൂപയോ? അതൊന്നും കുറച്ചു തരാൻ പറ്റൂലേ സാറേ? ഞങ്ങള് ബോർഡുകാരാണ്. ഒരു യൂണിറ്റിന് ഇത്ര പൈസ എന്നതുപോലെ ഞങ്ങൾക്ക് മിനിമം റേറ്റ് ഉണ്ട്. പിന്നെ പേര് മാറ്റണം. പേരോ? പേര് മാറ്റാനൊന്നും പറ്റൂല. അതെ, ഈ കൺസ്യൂമർ നമ്പറിൽ കിടക്കുന്ന കോയയുടെ പേരാണ്, അല്ലെങ്കിൽ വേറെ ഫൈൻ വരും. അയ്യോ, എന്തിനാ ചിരിക്കുന്നേ? വെറുതെ.
അയ്യോ എന്റെ മീൻ. ഓ എന്റെ മെമ്പറേ, ഒരു ബൾബല്ലേ, ബൾബാണെങ്കിൽ ഫ്യൂസ് ആകും. തെരുവിളക്ക് കത്താത്തതിന് നിങ്ങൾക്ക് എന്താണെന്ന്? നിങ്ങളെന്താ തെരുവിളക്കിന്റെ ചുവട്ടിലാ കിടന്നുറങ്ങുന്നത്? എന്തിനാണ് ഉറങ്ങാൻ കരണ്ട്? ആ ഞാൻ ഇട്ടോളാം. ഓക്കെ ഓക്കെ ശരി. ആ എന്താ കാര്യം? ഒരു അബദ്ധം പറ്റി, അതിന്റെ അപേക്ഷയായിട്ട് വന്നതാ. നിങ്ങൾക്ക് അബദ്ധം പറ്റിയതിന് എനിക്ക് അപേക്ഷ നിൽക്കണ്ട. അല്ല, വീട്ടില് ടൈൽസ് ഒട്ടിക്കാൻ. നിങ്ങൾ വീട്ടിൽ ടൈൽസ് ഒട്ടിക്കുകയോ ചാണകം മെഴുകുകയോ എന്ത് വേണമെങ്കിലും ചെയ്യ്. ഹലോ, ആ ഓക്കെ. ഹലോ, ആ ചവറയിൽ കറണ്ടില്ല, മന്ത്രി വരുന്നുണ്ട്. ഓ ഏതാ വകുപ്പെന്ന് എനിക്കറിയാൻ വയ്യ, മന്ത്രിയാണ്. എടോ അതിനെന്താണ് പ്രശ്നം? ആ ശാസ്താംകോട്ട ലൈൻ എന്റെ ഫീഡർ ഊരിയിട്ട് ചാവറയിൽ കുത്ത്, എന്നിട്ട് മന്ത്രി പോയതിനു ശേഷം ഊരി മാറ്റിയാ പോരെ. ആ കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിക്കും. ഓക്കെ. സാറേ, ടൈൽസ് ഒട്ടിക്കാൻ മെഷീൻ ഉപയോഗിച്ചു. ടൈൽസ് ഒട്ടിക്കാൻ മെഷീൻ വേണം, അല്ലാതെ തുപ്പല് കൂട്ടി ആ ടൈൽ ഒട്ടുവോ? അതിന് കറണ്ട്. ആ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ടൈൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് വേണം. അതിന് എത്ര മണിക്കൂർ വേണം, അതോ എത്ര ദിവസം വേണമെന്ന് കണക്കാക്കിയിട്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതിത്താ, അപ്പൊ ഞാൻ സാങ്ഷൻ ആക്കി തരാം. അല്ല സാറേ, വീട്ടില് ടൈൽ ഇട്ട് കഴിഞ്ഞു. വീട്ടിൽ ടൈലിട്ട് കഴിഞ്ഞു. ഓ അപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടി പ്രസവം കഴിഞ്ഞ് ഇപ്പൊ നിശ്ചയം വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വീട്ടില് മീറ്ററിന്റെ റീഡിംഗ് എടുക്കാൻ വന്ന സാറ് പറഞ്ഞു ഇവിടെ വന്ന് അപേക്ഷ തന്ന് മാപ്പ് പറഞ്ഞാ മതിന്ന്. ഓ നിങ്ങൾ എങ്ങനെ മാപ്പ് പറയും? സർക്കാരിന്റെ കറണ്ട് ഞങ്ങൾ അറിയാതെ മോഷ്ടിച്ചു പോയി, അതുകൊണ്ട് സമസ്താപരാധങ്ങളും പൊറുക്കണേ സർക്കാരേ എന്നാണോ? അയ്യോ, ഇത്ര നീട്ടം വേണ്ട. പിന്നെ എത്ര നീട്ടണം? സർക്കാർ നീട്ടി വരിച്ചൊരു ഫൈൻ അങ്ങ് തരും, അതങ്ങ് അടയ്ക്കണം. അതിന് തക്ക ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശിക്ഷയോ? എന്ത് ശിക്ഷ? എന്റെ പൊന്ന് സഹോദരി, നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറി, കള്ളനെ തൊണ്ടിയോടെ പിടിച്ചു. കള്ളനെ എന്ത് ചെയ്യും? ഒരു ഉമ്മയും കൊടുത്ത് ഷെയ്ക്കനെ കൊടുത്ത് പറഞ്ഞയക്കോ? അതിന് ഞാൻ എന്താ കട്ടത്? നിങ്ങൾ കറണ്ട് കെട്ടു, ആ കറണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ടൈൽ ഒട്ടിച്ചു ഇല്ലേ? ഇക്കണക്കിന് അടുത്ത വീട്ടിലെ കറണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വയറ് കുത്തി കൊടുത്തിട്ട് അവിടെ കത്തിക്കില്ലേ? എന്നിട്ട് അതിന് പൈസ വാങ്ങിക്കില്ലെന്ന് ആര് കണ്ടു? അതെന്താ നാണം വരണ? കറണ്ട് കത്തുന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് കോയോട് വരാൻ പറയും. സാറേ, എന്റെ ഭർത്താവ് കോയല്ല. നിങ്ങൾ തന്ന കൺസ്യൂമർ നമ്പർ അടിച്ചു നോക്കിയപ്പോ അതാ വന്നല്ലോ കോയല്ലേ നിങ്ങളുടെ ഭർത്താവ്. അയ്യോ, ആ കോയയുടെ കയ്യിൽ നിന്നാ ഞങ്ങൾ ആ സ്ഥലവും വീടും മേടിച്ചത്, അതുകൊണ്ട് അയാളുടെ പേര്. ഓ, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വീടും സ്ഥലവും വാങ്ങിച്ചു. സാറേ, ഞാനും എന്റെ ഭർത്താവും കൂടി പോയിട്ട് ആ സ്ഥലവും വീടും ഞങ്ങളുടെ പേർക്കാക്കി. അപ്പൊ ഇയാൾ കൂടാതെ നിങ്ങൾക്ക് വേറെ ഭർത്താവുണ്ടോ? എന്റെ പൊന്നു സാറേ, എനിക്ക് ആകെ ഒരു ഭർത്താവേ ഉള്ളൂ. ആ ഭർത്താവിന്റെ കൂടെ പോയിട്ടാ ഞങ്ങൾ ആ വീടും സ്ഥലവും വാങ്ങിയത്. അതല്ലേ ഈ കോയ? അല്ല, അത് വേറെയാണോ? സാറേ, ഇത് ഞങ്ങളുടെ പഴയ വീടിന്റെ ഉടമസ്ഥനാ. അയാളുടെ പേരിലാ ഇപ്പോഴും ആ കൺസ്യൂമർ നമ്പർ കിടക്കുന്ന, അതുകൊണ്ടാ. ശരി. ഓക്കെ. അപ്പോ ഇയാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വീടും സ്ഥലവും വാങ്ങിച്ചു എന്നുള്ളതിന് എന്താണ് തെളിവ്? അതിന്റെ പ്രമാണം വീട്ടിൽ പെട്ടിയിൽ ഇരിപ്പുണ്ട്. ഓഹോ, പ്രമാണം പെട്ടിയിൽ ഇരിപ്പുണ്ട്. അപ്പോ പ്രമാണം പെട്ടിയിലും ടൈല് തറയിലും നഷ്ടം സർക്കാരിനും. പൊന്നു പെങ്ങളെ, ആൾമാറാട്ടത്തിനും മോഷണത്തിനും കേസ് വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും നിങ്ങള്. അത്രയും കൂടുതൽ ഒച്ചത്തിൽ വിളിക്കണ്ട, പതുക്കെ വിളിച്ചാ മതി. കാരണം 3 കൊല്ലം കിടന്നാ മതി. 3 കൊല്ലം കിടക്കേണ്ടി വരുമോ? 3 കൊല്ലം കിടക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ എണീറ്റിരിക്കാം, പിന്നെ നടക്കാം, വീണ്ടും ക്ഷീണം വരുമ്പോ കിടക്കാം. അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ജയിലില്. സാറേ, എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞില്ല, നിങ്ങൾ അറിയണം. നിങ്ങൾ വീട് വസ്തു വാങ്ങിയത് രജിസ്റ്റർ ഓഫീസിൽ അറിഞ്ഞല്ലോ, അതുപോലെ ഇത് ഞങ്ങൾ അറിയണം. ഞങ്ങൾ ബോർഡുകാരെന്താ 2ാം കെട്ടിലെ ആൾക്കാരോ? ഞങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? ഈ പവർ കട്ടും കറണ്ടും ഒക്കെ തരുന്ന സാറുമാരല്ല, അത് വേണ്ടി വന്ന കട്ട് ചെയ്യാനും ഞങ്ങൾക്കറിയാം കേട്ടോ. ഞങ്ങൾ വിചാരിച്ച കേരളം മൊത്തം ഇരുട്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. ആരും ചോദിക്കില്ല ഞങ്ങളോട് എന്താ കറണ്ട് ഇല്ലാത്തതെന്ന്. സർക്കാരെങ്ങാനും സാറിനോട് ചോദിച്ചാലോ? ഓ, സർക്കാർ ചോദിച്ചാൽ എന്താ? മരം വീണു, ഡാമിലെ ഫ്യൂസ് പോയി, ട്രാൻസ്ഫോമർ കത്തിപ്പോയി, ഇല്ലെങ്കിൽ പുകഞ്ഞു. ഞങ്ങൾക്ക് ഇങ്ങനെ 110 ഇനങ്ങൾ പറയാനുണ്ട്. കേസുമില്ല, വഴക്കുമില്ല. അതാണോ ഈ ട്രാൻസ്ഫോമറിലൊക്കെ എഴുതിയിരിക്കണ 110 kV? സാറേ, എന്നാ എന്റെ കാര്യം കൂടി ഈ 110-ൽ പെടുത്തി കേസും വഴക്കൂല്ലാതെ ഒന്ന് ഒഴിവാക്കിത്താ. അയ്യോ സഹോദരി, ആദ്യം പോയിട്ട് ആ കറണ്ട് ബില്ലൊന്ന് അടക്കി, എന്നിട്ട് സൂപ്രണ്ടിനെ പോയി കാണ്, ഞാൻ മെയിൻ ഓൺ ആക്കി തരാം.
ആ മീറ്റർ റീഡിങ്ങിന് വന്ന സാറ് പറഞ്ഞു 20 കയ്യിൽ വെക്കാൻ. ആ 20 കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ എന്നാ ഒരു കാര്യം ചെയ്യൂ, ഇരിക്കൂ. അപ്പൊ ഒരു 15 ഇവിടെ മേശപ്പുറത്ത് വെച്ചോളൂ. അപ്പോ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയതും ഈ ഫൈൻ അടച്ചതൊന്നും ആ കോയ അറിയണ്ട. കോയ അറിഞ്ഞ ഫ്യൂസ് ഊരോ? എന്നാ കോയയുടെ ട്രൗസർ ഞങ്ങൾ വരും. അപ്പോ ഇത് കൊണ്ടുപോയി സൂപ്രണ്ടറെ കാണിച്ചാൽ മതി. ഈ സൂപ്രണ്ട് ആണാണോ സാറേ? ആണാണെങ്കിൽ? അല്ല, ആണുങ്ങളാണെങ്കിൽ ഒരു മയം ഉണ്ടാവും. എന്ത് മയം? ഇപ്പൊ തന്നെ സാർ ആദ്യം ഭയങ്കര ചൂടിലായിരുന്നു, പിന്നെ ഞാൻ ആ 15 അങ്ങ് തന്നപ്പോ ഭയങ്കര മയത്തിലായി, അതുകൊണ്ട് ചോദിച്ചതാ. ശരി, അപ്പൊ ഓക്കെ, സൂപ്രണ്ട് പോയി കണ്ടാ മതി കേട്ടോ. ശരി. ഹലോ, നിങ്ങളാണോ കോയ? എന്താ കോയ നിങ്ങളാണോ? ആ ഞാൻ കോയ. എന്തേ? ആ ഒന്നും ഇങ്ങോട്ട് വരി. അന്നാ ഇതിനൊന്ന് ഒപ്പിട്ട് തന്നെ. എന്തിനാ ഇതൊരു സർക്കാർ കാര്യമാണ്. ഞാൻ ബോർഡിലെ ഒരു പാവ ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾ ബോർഡോ ഡെസ്കോ എന്താ ചായക്കോ അതിനിപ്പോ ഞാൻ ഒപ്പിടുന്ന എന്തിനാണ്? ഇത് ഒപ്പിട്ടില്ലെങ്കിലേ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടിൽ ചെന്ന് വീഴും. നിങ്ങൾക്കെതിരെ നിയമ നടപടി വരാൻ പോകുന്ന കാര്യമാണ്, അതുകൊണ്ട് ഒപ്പിടുന്നതാണ് നല്ലത്. എന്തൊക്കെ ഈ പറഞ്ഞത്? എന്തപ്പോ ഇവിടെ ആവശ്യമോ? നിങ്ങൾ ഇതിലൊന്ന് ഒപ്പിട്ട് തരാൻ. ചെങ്ങായി ലക്ഷക്കണക്കിന് തടിക്കച്ചവടം നടത്തുന്ന ആളാണ് ഞാൻ. ഇതിന് മുമ്പ് ഇതേമാതിരി ഒപ്പിടാൻ പറഞ്ഞിട്ട് ഈ ബരല് അങ്ങോട്ട് നീട്ടി കൊടുക്കാന്നല്ലാതെ കോയാനങ്ങിയിട്ടില്ല. ഇതാണല്ലേ കാര്യം. ആ അല്ല, നിങ്ങൾക്ക് ഈ മരക്കച്ചവടം അല്ലാതെ കറണ്ടിന്റെ കച്ചവടം ഉണ്ടോ? കറണ്ടിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉദ്ദേശിച്ചു? സൗരോർജത്തിന്റെ? അത് ഞാനല്ല, അത് വേറെ ആളെ. നിങ്ങൾക്ക് ആളെ തെറ്റിയതാ, നമ്മളില്ല അതിൽ. നിങ്ങളുടെ പഴയ വീട് ടൈൽസ് ഇട്ടായിരുന്നു. ഇട്ടുണ്ടെങ്കിൽ എന്താ പോലീസ് പിടിക്കോ? ആദ്യം ഞങ്ങൾ പിടിക്കും, അത് കഴിഞ്ഞ് ഞങ്ങൾ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കും. നിങ്ങൾ ആള് ഭയങ്കര തമാസക്കാരനാട്ടോ. എന്തപ്പോ നിങ്ങൾ വന്നതിന്റെ കാര്യം അത് പറയും. ഞങ്ങളുടെ കറണ്ട് ഞങ്ങളുടെ അനുവാദമില്ലാതെ ദുരുപയോഗം ചെയ്ത നേരത്തും നിങ്ങളുടെ പഴയ വീട് മറിച്ച് വിറ്റപ്പോ അവർക്ക് കറണ്ടും കൂടെ കൊടുത്തപ്പോ ഞങ്ങളെടുത്തൊരു വാക്ക് പറഞ്ഞായിരുന്നു. പിന്നെ എന്റെ പേരാ ഒരാൾക്ക് കൊടുത്തതിന് നിങ്ങളോട് എന്തിനാ ചോദിക്കണം? നിങ്ങൾ ആരെന്റെ വാപ്പേ? കുറച്ച് കറങ്ങേണ്ടി വരും. അപ്പൊ നാളെ ഓഫീസിൽ ഒന്ന് ഫൈൻ അടച്ചുതരാം. ശിക്ഷ പിന്നാലെ ഉണ്ടാവും. സിസ്സും പിന്നെ അതിന്റെ കൂടെ ഫൈനും സാമ്പാറും അതിന്റെ കൂടെ കോയർച്ചി. അത് വേണ്ട, അതിന്റെ ആവശ്യം. അല്ല, ഈ വീടിന്റെ കൺസ്യൂമർ നമ്പർ ഇപ്പോഴും പഴയ ഉടമസ്ഥൻ ഫൽഗുണന്റെ പേരിലല്ലേ? ആണ്. അത് നിങ്ങളുടെ പേരിൽ മാറ്റിയിട്ടില്ലല്ലോ? ഇല്ല. അത് പ്രശ്നമാണ്. അത് പ്രശ്നമാണ്. അത് ശരി, അത്രയല്ലോ പ്രശ്നമാ. അതിപ്പോ അങ്ങോട്ട് ആ ഫൽഗുണം എന്നുള്ളത് അങ്ങോട്ട് മായ്ച്ചു തന്നിട്ട് അവിടെ കോയാന്ന് അങ്ങോട്ട് എഴുതിയാ പോലെ. അങ്ങനെ എങ്ങനെയൊന്നും മായത്തില്ല. എന്നാ ഒരു കത്തി എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ചരണ്ടി മായ്ക്കുന്നിട്ട് എഴുതി. നിങ്ങളടുത്ത് സംസാരിച്ചത് ശരിയാവില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ ഇതുമായിട്ട് ഓഫീസിലേക്ക് വാ. ആ വരുമ്പോ ഇത് കൊണ്ടുവരാൻ മറക്കരുത്. മാഡം ഇരിക്കും. ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, ഇത് നിങ്ങളുടെ ബില്ലല്ലല്ലോ. അയ്യോ, ഇതിപ്പോ ഞാൻ അടച്ചതാ. അതെങ്ങനെ? ഇതൊരു കോയയുടെ ബില്ലാ. ഓ, ഈ കോയയുടെ കറണ്ടാണ് നിങ്ങൾ മാർബിൾ ഒട്ടിക്കാൻ വേണ്ടി മോഷ്ടിച്ചതല്ലേ? അയ്യേ, കോയക്ക് എവിടുന്ന കറണ്ട്? അയാൾക്ക് തടിക്കച്ചോടോ അല്ലേ? അയാള് തടിക്കച്ചോടോ വടിക്കച്ചോടോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങൾ ബോർഡുകാര് കറണ്ട് എടുക്കാൻ അനുവാദം കൊടുത്തത് കോയക്കാണ്. നിങ്ങൾ അവരോട് അന്വേഷിച്ചോ? ഇല്ല. ഞങ്ങളോടൊരു വാക്ക് ചോദിച്ചോ? ഇല്ല. അപ്പൊ ഇനി കോയ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ കൊടുപ്പിക്കും. എന്റെ മേഡം, അയാൾ പറഞ്ഞ കാശ് കൊടുത്തിട്ടാ അയാളുടെ കയ്യിൽ നിന്ന് ആ വീടും സ്ഥലവും ഞങ്ങൾ വാങ്ങിയത്. എന്നിട്ടോ ഞങ്ങൾ രജിസ്ട്രേഷന് ഒരാഴ്ചക്ക് മുന്നേ അവിടുന്ന് തേങ്ങയും മാങ്ങയും എല്ലാം അയാൾ എടുത്തോണ്ട് പോയി. ആ സമയത്ത് ഈ കറണ്ടും കൂടി എടുത്തോണ്ട് പോവായിരുന്നില്ലേ? അവസാനം അയാൾ ടൈലൊട്ടിച്ചതിന്റെ പൈസ വരെ ഞാനല്ലേ ഇപ്പൊ അടച്ചത്. നിങ്ങൾ കാശിന്റെ കണക്കൊന്നും എന്നോട് പറയണ്ട. രാത്രിയും പകലും മഞ്ഞും മഴയൊക്കെ നോക്കി യൂണിറ്റിന് 12 രൂപയ്ക്കും 6 രൂപയ്ക്കും 4 രൂപയ്ക്കും പുറത്തുനിന്ന് കറണ്ട് മേടിച്ച് നിങ്ങൾക്ക് തരുമ്പോ പിന്നെ അതിൽ നിന്ന് കക്കാനും മോഷ്ടിക്കാനും നിൽക്കരുത്. നിങ്ങളുടെ കറണ്ട് ഉടനെ കട്ടാക്കും. അയ്യോ, കട്ടാക്കൂലെന്ന് സത്യശീലൻ സാറ് പറഞ്ഞല്ലോ. ചുമ്മാ പറഞ്ഞതേ ഉള്ളോ? അല്ല, 15 ഞാൻ അവിടെ കൊടുത്തു. ഓ, സാറ് ആണല്ലോ. പക്ഷെ ഇവിടെ വേണം കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ. നിങ്ങളുടെ പ്രമാണത്തിന്റെ കോപ്പി, പഞ്ചായത്തിൽ നിന്നുള്ള ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, പുതിയ എഗ്രിമെന്റ്, ഇതെല്ലാം ശരിയാക്കണം. നിങ്ങൾ സബ് എഞ്ചിനീയറെ കണ്ടായിരുന്നോ? ഇല്ല. ഓവർസിയറെ കണ്ടോ? ആദ്യം അവരെയൊക്കെ പോയി പ്രത്യേകം കാണണം. മാഡം,
പ്രത്യേകം കാണണോ? പിന്നെ വേണ്ടേ, നിങ്ങളുടെ വീട്ടിലെ സിറ്റ് ഔട്ടിനും അടുക്കളയിലും ബെഡ്റൂമിലൊക്കെ ഒറ്റ സ്വിച്ചിലാണോ ബൾബൊക്കെ കത്തണേ? അതല്ല. ആ അതുപോല ഇതൊരു ബോർഡാണ്. ഇവിടെ എല്ലാ ബൾബും പ്രത്യേകം കത്തിക്കണം. നിങ്ങക്ക് പറ്റൂലെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് കത്തിക്കാം. അയ്യോ, ഒറ്റയടിക്ക് കത്തിച്ച എല്ലാം എരിഞ്ഞു പോവൂലേ? എങ്ങനെ ഇരിയാനാ? അതിനല്ലേ സർക്കാർ ഞങ്ങളെ കമ്പനിയാക്കാൻ പോണേ. കമ്പനിയോ? കേട്ടിട്ടില്ലേ? അല്ല, ഈ തീപ്പെട്ടി കമ്പനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതും കമ്പനിയാക്കാൻ പോവാ? തീപ്പെട്ടിയിൽ ഒരച്ചാ കത്തും, ഞങ്ങളുടെ ബില്ല് വരുമ്പോ നിങ്ങളുടെ ഉള്ളു കത്തും. അത്രയുള്ള വ്യത്യാസം. മേഡം, അല്ലെങ്കിൽ തന്നെ ഇവിടെ എരിഞ്ഞായിരിക്കുന്നേ. താനൊരു സ്ത്രീ ആയതുകൊണ്ടും ഞാനൊരു മഹിളയായതുകൊണ്ടും ഒരു 10,000 രൂപ താ. ബാക്കി എല്ലാവരുടെ കാര്യം ഞാൻ അപ്പൊ ശരിയാക്കാം. 10,000 രൂപ വേണോ? വേണ്ടി വരും. എന്റെ അടുത്തിനി ആകെ 5,000 രൂപയേ ഉള്ളൂ. ശരിക്കും തപ്പി നോക്കാം, അതിനകത്ത് ഉണ്ടാകും. സത്യമായിട്ട് അതെ. മാഡം വേണമെങ്കിൽ നോക്കിക്കോ, ഈ ബാഗിൽ ഇനി 5,000 രൂപയേ ഉള്ളൂ. അത് ഞാൻ തരാം. എന്നാ എടുക്കുള്ളതാവട്ടെ. ഇഷ്ടപ്പെട്ടോടാ താ. ഇനി ഞാൻ വരണ്ടല്ലോ. എന്തിന്? എന്റെ അപ്പൂപ്പന്റെ അച്ഛന്റെ പേരില ഞങ്ങളുടെ കൺസ്യൂമർ നമ്പർ കിടക്കണേ. ഇതുവരെ ഞങ്ങൾ മാറ്റിയിട്ടില്ല. അയ്യോ, അപ്പൊ പിന്നെ എന്തിനാ എന്റെ ഈ പൈസ മേടിക്കുന്നേ? അത് മോഷ്ടിച്ചതിന്. അതെ, വീട്ടിൽ കുറച്ച് ടൈലും കൂടി ഇനി ഒട്ടിക്കാനില്ലേ? വേഗം ഒട്ടിച്ചോ, ആരും അറിയണ്ട കേട്ടോ. അന്ന് ഇരിക്കണ്ട, പൊക്കോ. ശരി. സാറേ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇതങ്ങട് വെച്ചിട്ട് ഇതങ്ങട് പഠിച്ചാളി. ഓഹോ, അപ്പൊ മോഷണമാണല്ലേ? നിങ്ങളെന്താ കിടന്ന് തിരിയുന്നത്? നിങ്ങളോട് എന്നാ പറഞ്ഞത്? ആയിസ എന്നോടാ പറഞ്ഞങ്ങള്? ഈ KS 865 കൺസ്യൂമർ നമ്പർ കോയ നിങ്ങളല്ലേ? കോയ ഞാൻ തന്നെയാണ്. പക്ഷെ ഈ വീട് വിറ്റ ഇടപാട് തീർത്തിട്ട് കാലങ്ങളായി. നിങ്ങൾ ആദ്യം ഇവിടുത്തെ ഇടപാട് തീർക്കണം. അതെന്ത് വർത്താനാ സാറങ്ങൾ പറഞ്ഞു? ഇവിടുത്തെ ഇടപാട് തീർക്കാൻ നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് പരിചയമുണ്ടോ? ഒരു ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ചിട്ടുള്ള പരിചയം കൂടി നമ്മൾ തമ്മിലില്ല. പിന്നെന്താ ഇടപാട്? ചായക്കടയിൽ പരിചയമുണ്ടായിട്ട് എന്താ കാര്യം? നിങ്ങൾ ഇവിടെ വരണ്ടേ? നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അല്ലക്ക് വെക്കതായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. നിങ്ങൾ നിങ്ങളുടെ വീട് വിറ്റില്ലേ? വീട് വിറ്റ് ആ വീട് വിറ്റ ആൾക്കാരോട് നിങ്ങൾ അവിടുത്തെ കറണ്ട് ഉപയോഗിച്ചോളാം നിങ്ങൾ പറഞ്ഞോ? അതെന്തിനാണ് പറഞ്ഞത്? നമ്മളൊരു വീട് കൊടുത്തതിന് അതിന്റെ ഉള്ളിൽ കറണ്ട് ഇനി പറഞ്ഞിട്ട് വേണോ ഉപയോഗിക്കാൻ? അതെങ്ങനെ നിങ്ങളുടെ പേരിലുള്ള കറണ്ട് എങ്ങനെ അവർ ഉപയോഗിക്കുന്നത്? എന്റെ പേരിലെ കറണ്ട് പറഞ്ഞ വീട് കൊടുത്തില്ലേ? വീട് കൊടുത്തു, പക്ഷെ നിങ്ങൾ കറണ്ട് കൊടുത്തിട്ടില്ലല്ലോ. കറണ്ട് KSEB അല്ലേ? ഭർത്താനെ വീട് കൊടുക്കും, പിന്നെ ഇനി അതിന്റെ ഇടയിൽ കൂടെ കറണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ കൊടുക്കും ഒരാൾക്കാര്. ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നിട്ട് നിങ്ങൾ പറയണം, എന്നിട്ട് നിങ്ങളുടെ പേരിലുള്ള കറണ്ട് അവരുടെ പേരിലേക്ക് ആക്കണം, എന്നാലേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അല്ലാണ്ട് നിങ്ങളെ കറണ്ട് അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. ചുരുക്കത്തില് സർക്കാരിന്റെ കറണ്ട് നിങ്ങളും കെട്ടു, നിങ്ങളുടെ വീട് വാങ്ങി അവരും കെട്ടു. കട്ടൂന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായി. എന്താ സാറപ്പത് കട്ടെടുത്തോണ്ട് വല്ല തേങ്ങ മാങ്ങയാണ് കറണ്ട്? നിങ്ങളുടെ വീട്ടിലെ ടൈൽ ഒട്ടിച്ചോ? ടൈലൊട്ടിച്ച ഒന്നും പറയണ്ട പൊന്നാര സാറൊക്കെ ലാഭത്തിന് കുറച്ച് ടൈല് കിട്ടി. അത് അങ്ങോട്ട് നിരത്തി ഞാൻ അങ്ങോട്ട് ഒട്ടിച്ച് ബാക്കി ഉണ്ടായിരുന്ന പുതിയ വീട്ടുകാർക്കും കൊടുത്ത്. എന്റെ സുഹൃത്തെ, ഇലക്ട്രിസിറ്റി നിയമപ്രകാരം അധിക കറണ്ട് ഉപയോഗിച്ചതിന് നിങ്ങൾ 20,000 രൂപ ഇവിടെ അടയ്ക്കണം. 20,000 ഉറുപ്പ്യ? പിന്നെ എന്താ പറയുന്ന പൊന്നാര സാറ? ടൈലിനും കൂടി ആയിട്ടില്ല എത്ര കായി? ടൈലിന് ആവണ്ട, പിന്നെ ഫൈനും അടയ്ക്കേണ്ടി വരും. അതെന്തിന്? ടൈൽ ഉറക്കാനോ? എന്റെ സുഹൃത്തെ, 10-35,000 തൊഴിലാളികൾ രാവും പകലും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. ഞങ്ങളെ വെട്ടിച്ചതിനുള്ള ശിക്ഷയാണത്. ഓ, അപ്പൊ വെട്ടിപ്പ് കൂലി തീർന്നില്ല. നിങ്ങളുടെ പേരിൽ നിന്ന് ഇപ്പൊ താമസിക്കുന്ന ആളുടെ പേരിലേക്ക് ഇത് മാറ്റണം. അപ്പൊ മാറ്റുകൂലി. അതുപോലെ നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അവകാശം നിങ്ങളുടെ പേരിലേക്ക് ആക്കുകയും വേണം. അപ്പൊ ആ കൂലി. അപ്പൊ എന്താ സാറേ, മൊത്തത്തിൽ ഈ തട്ടിപ്പ് കൂലി, വെട്ടിപ്പ് കൂലി, മാറ്റുകൂലി, ആക്കുകൂലി ഒക്കെ കൂടിയിട്ട് മൊത്തത്തിൽ എത്ര കൂലിയായി എന്ന് നോക്കുന്ന? പിന്നെ അത് ആ കൗണ്ടറിലാ കൊണ്ടുപോയി അടക്കാലോ. ഈ പൈസ ഒന്നും ആ കൗണ്ടറിൽ എടുക്കില്ല. അതെന്തേ? ആ പൈസ അവിടെ എടുത്തു കഴിഞ്ഞാൽ കേസ് ഒന്നും ഊരാൻ പറ്റില്ല, അതാണ്. ഓ, അപ്പൊ ഊരുകൂലി വേറെ. ഈ പൈസ ഇവിടെ അടയ്ക്കണം. ഇവിടുന്ന് വേണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഡിസ്ട്രിബ്യൂട്ടോ? ഓ, വിതരണം. ഇപ്പോ മൂലമറ്റത്ത് നിന്നും പള്ളിവാസലിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന കറണ്ടില്ലേ, അത് നമ്മള് സബ് സ്റ്റേഷനിലേക്ക് വിതരണം ചെയ്യും. അവിടെ നിന്നാണ് നിങ്ങളുടെ വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നത്, അല്ലേ? അതുപോലെ നിങ്ങൾ ഈ തരുന്ന പൈസ ആദ്യം ഞാൻ എടുക്കും, പിന്നെ സബ് എഞ്ചിനീയർ കൊടുക്കും,
അത് കഴിഞ്ഞ് ഓവർ ശരി അങ്ങനെ താഴെ തട്ടിലേക്ക് വിതരണം ചെയ്യാനുള്ളതാണ്. അതായത് നമ്മളൊരു മരം എടുക്കുമ്പോ ആദ്യം അതിന്റെ ചെറിയ ചെറിയ ചുള്ളിക്കൊമ്പും സംഭവങ്ങളൊക്കെ വീടുകളിലേക്ക് വിറകായിട്ടും പിന്നെ അതിന്റെ ഇത്തിരി തരക്കേടില്ലാത്ത കമ്പും വലിയ തടിയൊക്കെ ഈ ഹോട്ടലിലേക്ക് വിറകായിട്ടും പിന്നെ അതിന്റെ ഒത്ത തടി നമ്മൾ എടുത്തിട്ട് ഫർണിച്ചറുകൾക്കായിട്ടും കൊടുക്കും. അതേമാതിരിയുള്ള ഒരു ഇടപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ സാറേ ഈ തടി നമ്മൾ എടുക്കുമ്പോ അറിയാണ്ട് ഇതിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പോട് വന്ന് പെടാറുണ്ട് ചിലപ്പോ. അത് നമുക്ക് പുറത്തുനിന്ന് കാണാനും പറ്റൂല. അങ്ങനെ ഇടക്കൊരു പോട് വന്ന് പെടുന്നത് വല്ലാത്തൊരു ഇടങ്ങറാണ്. അത് വരാണ്ട് നോക്കണം കേട്ടോ. അത് നോക്കണം നോക്കിയെടുക്കണം. അപ്പൊ പിന്നെ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ വിതരണം നടക്കട്ടെ. ഇത് വളരെ സത്യസന്ധമായിട്ട് മരം വിറ്റുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്കൊക്കെ കൂടി വട്ടളഞ്ഞിരുന്ന് തിന്നാൻ പറ്റുമെങ്കിൽ തിന്നോളി. ന്യായം